ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡ്മിയുടെ ഒരു നോട്ട് 11 എന്ന് പറഞ്ഞ സെറ്റാണ്. 11 കണ്ടല്ലോ, റെഡ്മിയുടെ റെഡ്മി നോട്ട് 11. കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ലോഗോയിൽ സ്റ്റെക്ക്. ഇത് റെഡ്മീൻ്റെതായിക്കോട്ടെ, പോക്കോൻ്റെതായിക്കോട്ടെ, ഓപ്പോൻ്റെതായിക്കോട്ടെ, വിവോൻ്റെതായിക്കോട്ടെ, ഈ കൊൽക്കോം CPU വരുന്ന എല്ലാ ഫോണും, ഒരുവിധം എല്ലാ ഫോണിനും വരുന്നൊരു കംപ്ലൈൻറ്റാണിത്. ഒന്നെങ്കിൽ ലോഗോ അല്ലെങ്കിൽ ഡെഡ്. നേരെ കുറച്ച് കൊൽക്കോം അല്ലാത്തതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കൊൽക്കോം CPU റെഡ്മീൻ്റെത് എന്താ പറയുക, പോക്കോ X2, X3, നോട്ട് 10, 10 Pro, 10 Pro Max ഇതിനൊക്കെ കൊൽക്കോം ആയിരുന്നു. അതിനൊക്കെ ഈ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ അതാ നോട്ട് 11 ഇതിനും കൊൽക്കോമ വരുന്നത്, ഇതിനും ഈ കംപ്ലയിൻറ്റ് വന്നു. ഇനി നോട്ട് 12 അത് കംപ്ലയിൻറ്റ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനി വന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, മേ ബി CPU ചെയ്ത ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷേ നോട്ട് 11 ഇപ്പോൾ എനിക്കത് വന്നിട്ടുണ്ട്. നോട്ട് 11ഉം സെയിം ഇഷ്യൂ ഉണ്ട്, അപ്പം ശ്രദ്ധിക്കുക. നോട്ട് 11 ഇതിന് മുമ്പ് വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഡെഡായി പോകുന്നത്. അത് ഇതിൻ്റെ നെറ്റ്വർക്ക് ഐസിൻ്റെ ഷോർട്ടായി പോകുന്നത്, അത് മാറ്റി കഴിഞ്ഞാൽ ഓൺ ആവാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ലോഗ് ഓൺലിയാണ്. ഇത് നെറ്റ്വർക്ക് ഐസിൻ്റെ കംപ്ലയിൻ്റ് അല്ല, CPൻ്റെ കംപ്ലയിൻ്റ് ആണ്, കൊൽക്കോം CPU ആണ്. റെഡ്മി കുറേ ആൾക്കാർ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കലുണ്ട്. റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാ, ഈ ഒരൊറ്റ കാര്യമാണ്. അതായത് ഇങ്ങനെ ഉണ്ടാവും, ഒന്നെങ്കിൽ മറ്റേ ലോഗോയിൽ, അല്ലെങ്കിൽ അതായത് സാധനത്തിന് ഒടുക്കത്തെ സ്പെക്കായിരിക്കും, നല്ല സ്പെക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ബോർഡിന് ക്വാളിറ്റി ലേശം കുറവാണ്. ചില ആൾക്കാർക്ക് ഒരുപാട് കാലം കിട്ടിയിട്ടുണ്ടാവും, ഓക്കെ ശരി, അത് ഓരോരുത്തർ ഭാഗ്യം. പക്ഷേ എല്ലാവർക്കും അതുപോലെ കിട്ടണമെന്നില്ല. ചില ആൾക്കാർക്ക് ഒരു കൊല്ലം 1.5 കൊല്ലം ആകുമ്പോഴത്തേക്ക് അടിച്ചു. ഈ ഐഫോണിലൊക്കെ അധികം ആൾക്കാർ മാറുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കുറേ ആൾക്കാർ നെഗറ്റീവ് അടിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറയും, ഒരാൾ ഐഫോൺ അധികം വാങ്ങുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഒരു 4-5 വർഷമൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള ഇതുകൊണ്ടാണ്. ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോണാണ് എക്സസ്. ഇതിപ്പോൾ എനിക്ക് സർവീസിന് വന്നൊരു 13 Pro ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോൺ, എൻ്റെ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോണാണ് എക്സസ്. ഇത് ഞാൻ സെക്കൻഡ്സ് എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 2 വർഷമായി. എക്സസ് ഇപ്പോൾ എടുത്തിട്ട് എത്ര കൊല്ലമായി, കുറേ കൊല്ലമായി. പക്ഷേ ഞാനിപ്പോൾ ഇത് 2 വർഷമായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് ഒരാൾ ഐഫോൺ എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ചില ആൾക്കാരെ ഷോനായിരിക്കും. പക്ഷേ ഞാൻ ഷോനൊന്നുമില്ല, കാരണം ഷോനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പോയിട്ടുണ്ട്. കാരണം ആപ്പിളിൻ്റെ ഒരു ചിഹ്നയിൽ കാണിക്കുന്നില്ല, കണ്ടാ. ചില ആൾക്കാരെ ഷോനൊന്നല്ല, അല്ലാണ്ട് യൂസ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് യൂസിങ് പർപ്പസ്, അതായത് ക്യാമറേൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലാണ്ട് യൂസിങ്ങിനായിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐഫോൺ എടുത്തത്. കാരണം നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഐഫോൺ എടുത്തത്. അതേപോലെ തന്നെ കുറച്ച് കാലം നിൽക്കണം. നേരെ മറിച്ച് ഒരു ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ, എല്ലാ ഫോണിനെ പറ്റി ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുവിധം ആൻഡ്രോയിഡ് ഫോൺ 2 വർഷം ആകുമ്പോഴത്തേക്ക് കംപ്ലയിൻ്റ് ആയി പോകും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് 4 വർഷമൊക്കെ കിട്ടുന്നുണ്ട്, ഓക്കെ ശരിയാണ്, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് 2 വർഷം 3 വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ ഒടുക്കത്തെ സ്റ്റെക്ക്, ലാഗ്, ആന തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ട് നമ്മളെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ സാധനം വരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ വീണ്ടും പറയാണ്, ഒരു 100-ൽ 50% ആൾക്കാരത് അങ്ങനെയാണ്, ബാക്കി 50% ആൾക്കാരത് അങ്ങനെയല്ല. ഇപ്പോൾ ഐഫോണിൻ്റെ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്ഡേഷനിൽ ഡിസ്പ്ലേ അടിച്ച് പോകുന്ന സീനൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ ആൻഡ്രോയിഡിൽ വരുന്നുണ്ടല്ലോ, ഏതൊക്കെ ഫോൺ, ഓപ്പോന് വരുന്നുണ്ട്, വിവോന് വരുന്നുണ്ട്, സാംസങ്ങിന് വരുന്നുണ്ട്. ഇതിനൊക്കെ അപ്ഡേഷനിലെന്നെങ്കിൽ ലൈന്, വൺപ്ലസിന് ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. ഓപ്പോന് വിവോനും എന്നാലും വരുന്നില്ല എന്നല്ല, ലൈന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്പിളും വരുന്നുണ്ട്. ഞാൻ കുറ്റം പറയുമ്പോൾ എല്ലാത്തിനും കുറ്റം പറയണം. ആപ്പിളിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ടാണ് പോയി പോകുന്നത്, അതാണ് അവസ്ഥ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും CPൻ്റെ ഇഷ്യൂ ആണ്, നമുക്ക് എന്തായാലും CPU ചെയ്തേക്കാം. ഓക്കെ ബാ. ഞാനിത് കിട്ടിയ സമയം മുതൽ, ഓണാക്കിയ മുതലേ ഇതിങ്ങനെ ലോഗോ ലുക്കുക. ഈ റെഡ്മി എല്ലാം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതിനാണല്ലോ കുറച്ചൊരു അവസ്ഥ. പക്ഷേ ഇത് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് 3, 4, 5 കൊല്ലം യൂസ് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ റെഡ്മീൻ്റെ. പക്ഷേ പഴയ ഫോണൊക്കെ എന്നാലും അടിപൊളി ഫോണ്, പോക്കോ ഫോണൊക്കെ ഒരു രക്ഷയില്ല, മാരക ഫോണാണ്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾ കംപ്ലയിൻ്റ് ഒരുപാടൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ വീട് ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും, ഞങ്ങൾക്ക് ഒന്നിക്കില്ല. നിങ്ങളുടെ കാര്യമില്ല, വന്ന ആളുടെ കാര്യം ഞാൻ പറയുന്നു. ഓക്കെ, ഇതിപ്പം നമ്മൾ ഫുള്ള് കഴിച്ച് എന്നതിന് ശേഷം CPUൻ്റെ സെക്ഷനിൽ അവിടെ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൈഡിൽ കൂടെ പൊക്കിയെടുക്കുന്നതിനെക്കാട്ടി നല്ല, അല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലേഡ് കയറ്റി എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സൈഡിലുള്ള ആ ഒരു ഷീൽഡ് ചെറുങ്ങനെയാണെന്ന് കട്ട് ചെയ്ത് എന്നതിന് ശേഷം ഞാൻ ഹീറ്റാക്കാൻ വെച്ച്. ഹീറ്റാക്കാൻ വെക്കുന്ന സമയത്ത് ഞാൻ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ ചെയ്യല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പ് നോക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് ചില സെറ്റ് ബൾജായി പോകുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റേ ബ്ലോവറിൻ്റെ ഇതിൻ്റെ അറ്റത്തുള്ള നോസിൽ നമ്മൾ ബെൻഡുള്ള നോസിൽ വെക്കുക, അതാകുമ്പോൾ പിന്നെ വലിയ സീൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 2 ബ്ലോവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പഴയതുണ്ട്, പുതിയതുണ്ട്. DW+ ഉണ്ട്, DW ഉണ്ട്. പക്ഷേ DW+ലാണ് ഞാനിപ്പോൾ CPU എടുക്കുന്നത്. DWനെയും കാട്ടി നല്ലത് എനിക്കൊന്ന് പഴയതാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം, യൂസിങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയ മറ്റേ ബ്ലോവർ ഏതാണെന്ന് വെച്ചാൽ പറയാം. ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. അതായത് 16,000 രൂപ എങ്ങനെയാണ് മറ്റേ DW+, പഴയത് ഏകദേശം 6,000 ആ റേഞ്ച് എങ്ങനെയുള്ള 2 കിക്കിൻ്റെ തന്നെ വന്നത്. പക്ഷേ ആ DWയിൽ നല്ല പക്കയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ CPU ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ വൃത്തിയിൽ കുട്ടപ്പനാക്കി മൊഞ്ചാക്കി എടുക്കുക. നമ്മൾ എത്രത്തോളം വൃത്തിയാക്കുന്നു അത്രത്തോളം നല്ലതാണ്.
ചെറിയൊരു കണക്ഷൻ അവിടെ നിന്ന് ഒരു പ്രിൻ്റ് മിസ്സായിട്ടുണ്ട്. അത് ഞാൻ ഇട്ടിട്ടില്ല, കാരണം ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ആരുടെടുത്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് ക്യാമറ കൊടുക്കാനുണ്ട് എന്നെ പറഞ്ഞോളി, ഞാനത് എടുത്തോളാം. വല്ല റേറ്റ് ഓവർ റേറ്റ് ഒന്നും പറയാൻ നിൽക്കരുതേ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് ക്ലീനൊക്കെ ആക്കി എന്നതിന് ശേഷം ഇത് നമ്മൾ ഹീറ്റ് IC പൊക്കാനെടുത്ത ഹീറ്റ് എന്ന് പറയുമ്പം 350 ഞാൻ എടുത്തത് കേട്ടോ. 350 അതിൽ 2 ഞാൻ എയർ ഇട്ടത്. അത് EW+ ആയതിനെ കൊണ്ടാണ്. നേരെ മറിച്ച് അല്ല 350 അല്ല 330 EW+ൽ. ഇനി നേരെ മറിച്ച് EW-ലാണെന്നുണ്ടെങ്കിൽ 350 ഹീറ്റും 50 എയറും, അങ്ങനെയാണ് ഞാനിടൽ. നിങ്ങളെങ്ങനെയാണ് റിലേഷൻ നിങ്ങൾ പറയും. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ബ്ലോവർ ഏകദേശം അതും പറയും. പിന്നെ അടുത്ത് IC ക്ലീൻ ചെയ്യണം. ICൻ്റെ മുകളിൽ കുറച്ച് ലെഡ് ഉണ്ട്. ആദ്യം നമ്മൾ ഇതേപോലെ അയൺ വെച്ച് ലെഡ് വലിച്ചതിന് ശേഷം വിക്കുകൊണ്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൽ ഗമ്മില്ല. ഞാൻ ക്ലീൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ചില സാധനത്തിൽ ഗം ഉണ്ടാവാറുണ്ട്, ചിലതിൽ ഗമ്മില്ല. ഇതിൽ ഗമ്മില്ല. ഞാൻ ആദ്യം ഈ സാധനം 11 എന്ന് പറഞ്ഞ മോഡൽ ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ജസ്റ്റ് യൂട്യൂബിൽ നോക്കി. അപ്പോൾ ചെയ്തിട്ടുണ്ട്, 1-2 ഹിന്ദിക്കാർ ചെയ്തിട്ടുണ്ട്, മലയാളി സാരം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്ത് നോക്കാൻ ധരിച്ച്. അതാണ് സംഭവം. ചിലപ്പോൾ കംപ്ലയിൻറ്റ് കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവും. എനിക്കിപ്പോഴാണ് വന്നത്. എനിക്ക് 2 വന്നു. ഒന്ന് മറ്റേ ചെയ്തിട്ടില്ല, മറ്റേ ഇപ്പോൾ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും CPU ഒക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത്. പിന്നെ നമ്മളൊരു ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിൻ്റെത് റൂമിൻ്റെ ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വാടകേണ്ടതും പിന്നെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യണം, വാടക സ്റ്റാർട്ടാവും. അതായത് വാടകേൻ്റെ പൈസേൻ്റെ അല്ല, വാടക അവർ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാടക വേണമെന്നും അങ്ങനെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ആയപ്പം കുറച്ച് ഇതായിട്ടുള്ള. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും കോഴിക്കോട് ടൗണിൽ നിന്ന് 1-2 കിലോമീറ്റർ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഒരാൾ കോഴിക്കോട് ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലം 1-2 കിലോമീറ്ററിനുള്ളിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ടൗണിൽ നിന്ന് 1-2. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ആരും 2, 3, 4, 5 കിലോമീറ്റർ ഇങ്ങനെ വണ്ടിയിലേക്ക് വരേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ 1-2 കിലോമീറ്ററിൻ്റെ ചുറ്റുപാട്ടിൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 200-250 സ്ക്വയർ ഫീറ്റ്, 200-ന് താഴോട്ട് വേണ്ട, ഒന്നുകിൽ 200-250 സ്ക്വയർ ഫീറ്റ് ആരെങ്കിലും അറിയുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ താഴെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പ്രത്യേകം പറയണേ റൂമിൻ്റെ ആളാണെന്നുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞെങ്കിൽ ഇതിനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ളവർ വന്നിട്ട് ഇങ്ങനെ തുതിരാ നമ്പർ ഇടാൻ നിൽക്കരുത്. എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നവർക്ക് വിളിക്കാം, എൻ്റെ കോൺടാക്റ്റ് ബയോയിലുണ്ട്. ഞാൻ മാക്സിമം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കോള്. ഇന്ന് സൺഡേ ആണ്, ഇന്നെന്തായാലും വിളിക്കേണ്ട. സൺഡേ ഞാൻ ലീവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ രാവിലെ 10 to 5 ഈ ഒരു ടൈമിലാണ് ഞാൻ കോൾ എടുക്കുക. പിന്നെ ആർക്കെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ കോഴിക്കോട് ടൗണിൽ ആർക്കെങ്കിലും റൂം അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. പറ്റുന്ന പോലെ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. കാരണം ഒന്ന് പെട്ടെന്ന് ഓപ്പൺ ആക്കി ഒന്ന് സെറ്റാക്കണം എന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ വീഡിയോ പൈതിമേലാക്കി വെച്ചില്ലേ, ഫുള്ള് ക്ലീൻ ചെയ്ത് എന്നതിന് ശേഷം ഇത് അതിൻ്റെ ഞാൻ കോമൺ സ്റ്റെൻസിൽ വെച്ചിട്ടാണ് റീബോൾ ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ സ്റ്റെൻസിൽ എൻ്റെ അടുത്തില്ല. കോമൺ സ്റ്റെൻസിൽ വെച്ചിട്ട് റീബോൾ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. നമുക്ക് ഒന്നും കൂടി കൈ ഒന്ന് നേക്കായിട്ട് കിട്ടും. പിന്നെ എന്ന് പറയുമ്പോൾ സ്റ്റെൻസിലുണ്ട് അധികം ആൾക്കാർ റീബോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റെൻസിൽ മറ്റേ പൊന്തിപ്പോന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓവർ ഹീറ്റായിട്ടാണ്. ഓവർ ഹീറ്റ് ആക്കാണ്ട് ഒരു മീഡിയം ഹീറ്റിൽ ആർക്കെങ്കിലും മറ്റേ എങ്ങനെ ബൾജ് മറ്റേ പൊന്തിപ്പോകുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഹീറ്റിൽ, അതായത് ഒരു 250, 230 അല്ലെങ്കിൽ 250 ഇട്ടാൽ മതി. ആ ഒരു ഹീറ്റ് അടിച്ചതിന് ശേഷം റീബോൾ ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഒരു ഭാഗത്ത് തന്നെ കുത്തി പിടിക്കുന്നുണ്ടാണ്. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റൊക്കെ ചെയ്തിട്ടൊന്ന് ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ IC ഫുള്ള് റീബോളൊക്കെ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചാൽ കോമൺ സെൻസിനെ കൊണ്ട് നല്ലോണം ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ബോൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസിനാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ICൻ്റെ മുകളിൽ ജസ്റ്റ് ഫ്ലക്സ് അടിച്ച് ഹീറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസിനിടും. ഓവറായിട്ട് റോസിനിടരുത്. ഓവറായി കഴിഞ്ഞാൽ അതും വിഷമാണ്. വിഷം മീൻസ് അധികമായാലും അമൃതവും വിഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഓവറാകരുത്. ഒരു മീഡിയം സൈസിൽ റോസിനിട്ടിട്ട് നമ്മൾ IC കറക്റ്റ് നമ്മൾ എടുത്ത് വെച്ച പൊസിഷൻ ഏതാണോ അതേ രീതിയിൽ. ഇതിലിപ്പം X3, X2 ഒക്കെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും പോയിൻ്റ് നോക്കി വെച്ചാൽ മതി. പോയിൻ്റ് എന്ന് പറയുമ്പോൾ EMMCൻ്റെ പോയിൻറ്റും മറ്റേ CPൻ്റെ പോയിൻറ്റും രണ്ടും ഒരേ സൈഡിലായിരിക്കും ഉണ്ടാകുക. ഒരു മൂലയിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഓർമ്മിച്ച് വെച്ചാൽ മതി. അത് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നതിന് ശേഷം ഇത് ഫിക്സ് ചെയ്യാൻ ഞാനിപ്പോൾ എടുത്തത് സെയിം ബ്ലോവറിനാണ് എടുത്തത്. DW+ ഹീറ്റ് ഇട്ടത് നമ്മൾ അയച്ച സെയിം ഹീറ്റ് 330-ൽ 2-ൽ എയർ, അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ടത്. മറ്റേതാണെങ്കിൽ 350-ൽ എയർ. നിങ്ങൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് മറ്റു യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് ചെയ്യുന്ന സമയത്ത്. എന്തോ അറിയില്ല, ഓരോരുത്തരുടെ നേക്കാണ്. ഇതിപ്പോൾ എന്തായാലും കറക്റ്റ് നമ്മൾ വെച്ച് ഫുള്ള് ഹീറ്റ് ചെയ്ത് ജസ്റ്റ് ചെറുതായിട്ട് യൂസർ ഉണ്ടെന്നൊന്ന് ഇളക്കി ഒന്ന് കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം
നമ്മൾ അപ്പുറത്ത് നമ്മളിത് ഓൾറെഡി നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ ഹീറ്റ് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഗമ്മില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ മാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ മാസ്ക് ചെയ്യുന്നവർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എല്ലാം പിന്നെ അതും കൂടി എടുത്ത് നമ്മൾ റീകോൾ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ഫുൾ അതേപോലെ തന്നെ ജസ്റ്റ് 2-3 സെക്കൻഡ് ഞാനൊന്ന് വീഡിയോ ഒന്ന് സ്പീഡാക്കി, എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയിട്ട് ഞാൻ ആ വീഡിയോ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. അതിന് ശേഷം നേരെ നമ്മൾ ബോർഡ് ഫിക്സ് ചെയ്ത് ചാർജ് കുത്തി കഴിഞ്ഞതിന് ശേഷം സാധനം ഓണായി, കുഴപ്പമൊന്നുമില്ല. സാധനം ഫുള്ള് ചാർജിങ്ങിൻ്റെ ലോഗോ കാണിച്ച് ഓണായല്ലോ എന്നുള്ളൊരു സന്തോഷമായി. ഇനി നമ്മൾ നേരെ ഓണാക്കി വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആദ്യം നമ്മൾ ലോഗോ വരാൻ കുറച്ച് ലേറ്റായി. എനിക്കൊരു പേടി, പഠിച്ചവൻ്റെ വരില്ലേ. അപ്പോൾ കംപ്ലയിൻറ്റ് അതന്നെ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാധനം വന്ന് ലോഡിങ്ങിൻ്റെ ഒരു സംഭവം കൂടി വന്നപ്പോൾ മനസ്സിൻ്റെ ഒരു ആശ്വാസമായി. സന്തോഷമായി, സാധനം വർക്കായല്ലോ. ഇനിയിപ്പോൾ ഫുള്ള് പാക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമറെ വിളിക്കാമെന്ന് വെച്ച്. അങ്ങനെ കസ്റ്റമറെ വിളിച്ചിട്ട് ബാക്കി കസ്റ്റമറോട് ചോദിക്കാമെന്ന് വിചാരിച്ച് ഈ പാസ്വേഡും കാര്യങ്ങളൊക്കെ. ഞാൻ ഇതിൽ കസ്റ്റമർ വോയിസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റീയടിക്കുന്നവർക്ക് റീയടിക്കുക, കാണുന്നവർക്ക് കാണാം. അതിൻ്റെ പാസ്വേഡ് എന്തായിരുന്നു? അതിൻ്റെ പാസ്വേഡ് സ്ക്രീനിലൊക്കെ അതൊന്ന് കിട്ടോ? വേണം ഇല്ല, ഞാൻ ഓണാക്കിയിട്ടില്ല. ഞാൻ നേരത്തെ ഓണാക്കിയപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി വിളിച്ചാൽ ഇത് 2 ഒന്ന് കിട്ടി. ഞാൻ പാക്ക് ചെയ്തോളാം. ഇത് നിങ്ങൾ അന്ന് കഴിക്കാൻ പിന്നെ ഓണാക്കിയില്ല, എന്താ പറഞ്ഞത് എനിക്ക് നേരത്തെ പറഞ്ഞാൽ കറക്റ്റ് ക്ലിയർ ആയില്ലല്ലോ. എന്ത് ചെയ്യാൻ വേണ്ടി അയച്ചേ? പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് സിപിൻ്റെ കംപ്ലൈൻറ്റ് അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ചൂടായിട്ട് വരുന്നതാണല്ലോ സിപിൻ്റെ കംപ്ലൈൻറ്റ്. ഇവിടെ അധികം ഹീറ്റായി കഴിഞ്ഞാൽ വരുന്നതാണല്ലോ. സിപി ചെയ്തു, സാധനം ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. അല്ല സ്ക്രീൻ ലോക്കിൽ നിങ്ങളുടെ ചോട്ടയിൽ പിക്കാൻ ലോക്ക് ലോക്കിൻ്റെ പാസ്വേഡ് പറയാം. 9864 അല്ല. ഓക്കെ ഓക്കെ ഫാമിലി ഫോട്ടോ പ്രശ്നമില്ല കാണുന്നതിന് എന്തെങ്കിലും ഐഡിയ ആണോ ചോദിച്ചത്? ഫാമിലി ഫോട്ടോ കാണുന്ന സീനിലല്ലോ. അല്ല ലോക്ക് തുറന്നു കഴിഞ്ഞാൽ അല്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വൈഫിന് ഫോട്ടോ കാണാൻ ചോദിച്ചത്. ഞാനിപ്പോൾ ക്യാമറ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ നോർമലി ഇതിന് കംപ്ലൈൻറ്റ് സ്പീക്കർ കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. റെക്കോർഡിങ് മൈക്ക് അതൊക്കെയാണ്, കുഴപ്പമില്ല. ഞാൻ നോക്കിയത് ഓക്കെയാണ്. ക്യാമറ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരിക. പിന്നെ ഇതും മറ്റേ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ, സ്പീക്കർ, മൈക്ക് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫോൺ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്, ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് താഴെ നമ്പർ ഇടാൻ പറ്റുമെങ്കിൽ നമ്പർ ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.